എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന 3 തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം വാഴയിലയിൽ ചുട്ടെടുത്ത അടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അട തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പം മാവ് കുറച്ചിട്ട് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്, നമുക്ക് പരത്തിയെടുക്കാനായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് കൈ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ സ്ഥിരം ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഈ അട എന്ന് പറയുന്ന സാധനം. അപ്പോൾ അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ ഒക്കെ തയ്യാറാക്കി വയ്ക്കും. രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ സ്ഥിരമായിട്ട് ഇത് കാണുമായിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ ആരോഗ്യത്തിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മാവ് ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയും ശർക്കരയുമാണ്. തേങ്ങയും ശർക്കരയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചും മധുരത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു വാഴയില എടുത്ത് വയ്ക്കാം. അതിലേക്ക് മാവ് വെച്ച് കൊടുത്ത് നന്നായിട്ട് കനം കുറച്ച് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. വേറൊരു രീതിയിലും കൂടി ഇതേപോലെ പരത്തിയെടുക്കും. വട്ടയില ഉണ്ടെങ്കിൽ അതിൽ ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ അട എത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. സാധാരണ അട ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ദോശക്കല്ലിൽ ചുട്ടെടുത്തിട്ടാണ് ഇതിപ്പോൾ തയ്യാറാക്കുന്നത്. അത് പരത്തിയതിന് ശേഷം തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സ് ഇതിലേക്ക് നന്നായിട്ടങ്ങ് നിരത്തി കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്നും വാഴയില മടക്കി കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കിയതിന് ശേഷം സൈഡ് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. വീണ്ടും ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ വാഴയിലയിൽ പരത്തിയെടുക്കാം. മാവ് പരത്തുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുകയില്ല, നന്നായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. ഈ ഒരു രീതിയിൽ നന്നായി പരത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡ് കൊണ്ട് മടക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡൊക്കെ നന്നായി പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് 3-4 തവണ ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേണം ഇത് ചുട്ടെടുക്കാൻ. അങ്ങനെയാണെങ്കിലേ ഉൾവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇല നന്നായിട്ട് ഇത് അങ്ങ് കളറ് മാറി ഒരു കൊള്ളി പോലെയാവും. അതാ ഈ ഒരു രീതിയിൽ കളറ് മാറി വരുന്ന സമയം വരെ തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടെടുത്ത് കൊടുക്കുക. ഇതാ ഇത് കണ്ടില്ലേ, വാഴയില എത്രത്തോളം ഇത് നല്ലപോലെ അങ്ങ് ഉണങ്ങി കൊള്ളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം വരെ അടുപ്പിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇലയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇളക്കി നോക്കാം എത്രത്തോളം പരുവായിട്ടുണ്ടെന്ന്. അങ്ങനെ നന്നായിട്ട് പരുവായി വരുന്ന സമയത്ത് വേണം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാൻ. ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വാഴയിലയുടെ കളർ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റാം. ആവിയിൽ വേവിച്ച് എടുക്കുന്ന അടയ്ക്ക് വേറൊരു ടേസ്റ്റാണ്, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. ഇനി വേറൊരു രീതിയിൽ ഇലയൊന്നും ഇല്ലാതെ തന്നെ ദോശക്കല്ലിൽ നേരിട്ട് പരത്തി നമുക്ക് ഇതേപോലെ അട തയ്യാറാക്കിയെടുക്കാം. അതായത് കണ്ടില്ലേ, അട നന്നായിട്ട് പരുവായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇലയിൽ നിന്നെടുത്ത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇങ്ങനെ ചുട്ടെടുക്കുന്ന അട നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത് പോലെ അത്രയും ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല, എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് കണ്ടില്ലേ മുറിച്ചെടുക്കുന്നത്. ആ വാഴ ഇലയിൽ കിടന്ന് മൊരിഞ്ഞ് വരുന്നതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഈ അടയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വാഴയില കൊണ്ട് ദോശക്കല്ലിൽ ഇങ്ങനെയൊന്ന് അട തയ്യാറാക്കി നോക്കും, സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് കറിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മൈദ എടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് ഇതിനൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കലക്കിയെടുക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കാകാനും പാടില്ല. ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത്
ഒരു പകുതി സവാളയാണ്. പകുതി സവാള എടുത്തതിന് ശേഷം ദാ ഇതേപോലെ വളരെ കനം കുറച്ച് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രത്തോളം നല്ലതാണ്. തീരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒരു പകുതി സവാള എടുത്ത് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ്. അപ്പോൾ ആ പച്ചമുളകും അതേപോലെ വളരെ കനം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ദാ ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇതെല്ലാം നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുത്ത് കലക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രത്തോളം നല്ലതാണ്. അപ്പം പച്ചമുളകും ഇതേപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു പകുതി തക്കാളി എടുക്കാം. പകുതി തക്കാളി എടുത്ത് അതും ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതും നന്നായിട്ട് കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തക്കാളിയും അതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഐറ്റംസെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള അരിഞ്ഞതും കൂടി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ലേശം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ അരിഞ്ഞതെല്ലാം അതിൻ്റെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ തയ്യാറാക്കാനുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തവ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് കോരി ഒഴിക്കാം. അപ്പോൾ ദോശ ചൂടാനുള്ള തവ റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതേപോലെ ഒരേ തവി കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഇത് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് പരത്തണം. നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരത്തി കൊടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം പരത്താൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സൈഡ് ഒന്ന് പരുവായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മറുഭാഗവും നന്നായിട്ട് പരുവായി വരുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടകം ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കുമ്പളകളായിട്ട് പൊന്തി വരും. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദോശ നല്ലതുപോലെ ഒന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇതാ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ പൊള്ളി വരുന്ന സമയത്ത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ദോശ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാ പരുവായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് പാനിൽ നിന്ന് മാറ്റാം. വീണ്ടും നമുക്ക് ആവശ്യമുള്ള അത്രയും മാവ് കോരി ഒഴിച്ച് ഇതേപോലെ നന്നായിട്ട് പരത്തിയതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. 3-4 തവണ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഇടയ്ക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ദോശ പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതേപോലെ നല്ലതുപോലെ പൊള്ളി വരികയും ചെയ്യും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പൊള്ളിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയായിട്ട് കുമ്പളകളായിട്ട് പൊള്ളി വരും. അപ്പോൾ അതും പരുവായിട്ടുണ്ട്. തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മൈദയും സവാളയും തക്കാളിയൊക്കെ കൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ദോശയാണ്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മൈദ ആയതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതൊന്നുമല്ല. നമുക്ക് ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ഇതേപോലെ എല്ലാം ഇട്ടിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ദോശ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഈ ദോശയൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അടുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാൽ പത്തിരിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ രീതിയിൽ അരച്ചിട്ട് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഉരട്ടിച്ചട്ടി വെച്ച് കൊടുക്കാം. ഉരട്ടിച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു തവി കോരി ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഫ്ലെയിം സിമ്മിലാക്കി കിടക്കുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് കിട്ടും. മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം മൂടി വയ്ക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിവശം കരിഞ്ഞു പോകും. വീണ്ടും അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ അത് അടുത്തത് നന്നായി പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതും ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കുമെന്ന് ഒട്ടും പേടി വേണ്ട, ഒട്ടും അടിയിൽ പിടിക്കുകയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ബാലൻസ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ ഇത് അടിവശം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചുട്ടെടുത്തതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ചധികം ചേർത്ത് കൊടുക്കണം. നല്ല മധുരം ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ഇതുപോലെ നന്നായി അലിയിച്ചതിന് ശേഷം പത്തിരിയിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൽ കിടന്നത് നന്നായി ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കുതിർത്തെടുക്കുമ്പോൾ സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അരി ഉഴുന്നൊന്നും അരയ്ക്കാത്ത സമയത്ത് വീട്ടിൽ മൈദയുള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് കണ്ടില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതേപോലെ തേങ്ങാപ്പാലിൽ കുതിർത്തിയെടുത്ത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റിലുള്ള പാൽപത്തിരി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.